ടോപ്പ് ഗിയറിലും നമ്മുടെ ഹിമാലയം പോണ പോലെ തന്നെ ഒരു 25 സ്പീഡിലൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഓഫ് റോഡ് മുമ്പ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ചോദിക്കാൻ വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് ഇപ്പോൾ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ KTMൻ്റെ വണ്ടികളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. KTM ഫാമിലിയിലത്തെ ഏറ്റവും കുഞ്ഞൻ അഡ്വഞ്ചർ മോഡലായിട്ടുള്ള KTM അഡ്വഞ്ചർ 250യുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. റൈഡ് റിവ്യൂവിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് നമ്മൾ വണ്ടി മൊത്തത്തിലൊന്ന് കാണിക്കട്ടെ. ആദ്യം തന്നെ പറയാൻ വെച്ചാൽ നമ്മുടെ അഡ്വഞ്ചർ 390യുടെ സെയിം ലുക്കിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിസൈനിനെ കുറിച്ചിട്ട് നമുക്ക് അധികം കൂടുതലായിട്ടൊന്നും പറയുന്നു വേണ്ട. നിലവിൽ 2 കളർ വേരിയന്റുകളിലായിട്ടാണ് വണ്ടി വരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിന് പകരം രണ്ടാമത്തെ എഡിഷനിൽ ഓറഞ്ച് കളറായിരിക്കും. എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് നമ്മുടെ അഡ്വഞ്ചർ 390യുടെ. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് 200 BS6 എഡിഷനിൽ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡ് ബൈ വയർ ഈ ഒരു വണ്ടിയിലില്ലാട്ടെ. ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ പോലെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. അതൊക്കെ ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം. പിന്നെ മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയേഴ്സ് ആണ്. ഇപ്പോൾ അഡ്വഞ്ചർ 390 വരെ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഈ ഒരു MRFൻ്റെയും മെറ്റ്സലറിൻ്റെയും ടയർ മാറിയിട്ടാണ് വരുന്നത്. ഈ ഒരു മോഡലിൽ MRFൻ്റെ ആണ് സ്റ്റോക്ക് ടയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് ക്വിക്ക് ഷിഫ്റ്റർ അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിലില്ല. ഒരു അത്യാവശ്യം നല്ല സൈസ് കൂടിയിട്ടുള്ള നമ്മുടെ പഴയ ഡ്യൂക്ക് 390യുടെ ആ ഒരു TFT ഡിസ്പ്ലേനോട് സാമ്യം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള LCD മീറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത്രയും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു മീറ്റർ ആണെന്ന് ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പിന്നത്തെ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ലിവറിലും അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ലിവറിലൊക്കെയാണ്. ഇതൊന്നും അഡ്ജസ്റ്റബിൾ അല്ല. അഡ്വഞ്ചർ 390 അതൊക്കെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ഇനി ഡ്യൂക്ക് 250 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെക്കാൻ വെച്ചാൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ചെറിയ തരത്തിലുള്ള ട്യൂണിങ് സംഭവിച്ചെന്ന് പലരും പറയുന്നുണ്ട്. ക്ലാരിഫിക്കേഷൻ ഒറ്റ വെബ്സൈറ്റുകളിലൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എഞ്ചിൻ സ്പെക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 248 cc 30 bhp പവർ അതേപോലെ തന്നെ 24 Nm ടോർക്ക്. പിന്നെ ഓൾറെഡി നമുക്കറിയാം ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 2 റേഡിയേറ്റർ ഫാനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അഡ്വഞ്ചർ 390യുടെ സെയിം ആയിട്ട്. പിന്നെ ഫ്രണ്ടിൽ USB 4 WP അപെക്സിന്റെ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വീൽ സൈസിലും മാറ്റങ്ങളുണ്ട്. 19 ഇഞ്ചാണ് ഫ്രണ്ടിലത്തെ അലോയിന്റെ സൈസ് എന്ന് പറയുന്നത്. ബാക്കിലത്തെ അലോയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് 17 ഇഞ്ചും. ഗ്രാഫിക്സിന്റെ സൈഡിലും നമ്മുടെ അഡ്വഞ്ചർ 250 ഒരുപാട് ഒരു പ്രീമിയം ക്വാളിറ്റി ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിത് പെട്ടെന്നൊന്നും പറിച്ച് കളയാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ട ഒന്ന് ഇതിന്റെ മേളിൽ ഒരു കോട്ടിങ് കൂടെ വന്ന പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ നോട്ടം പോയി എക്സിസ്റ്റിന്റെ ഒരു ഭാഗത്താണ് പുതിയ തരത്തിലുള്ള ഒരു എക്സിസ്റ്റ് ഇതിൽ നമുക്ക് കാണാം. നമ്മുടെ അഡ്വഞ്ചർ 390 കണ്ടിട്ടുള്ള തരത്തിലുള്ള ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടുള്ള എന്നുവെച്ചാൽ വീതി കൂടിയിട്ടുള്ള ഒരു എക്സിസ്റ്റ് ആ ഒരു DRലോട് കൂടിയിട്ടുള്ള ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ അവിടെ നിന്ന് നേരെ സ്വിച്ചുകളുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം. പിന്നെ സെൽഫ് സ്റ്റാർട്ട് കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെദർ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു സെൽഫ് സ്റ്റാർട്ട് ആണ്. ഒറ്റവട്ടം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി പിന്നെ തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പാസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഡിം ബ്രൈറ്റ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ അഡ്വഞ്ചർ 390ലും ഡ്യൂക്ക് 390ലും കണ്ടുവരുന്ന ആ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റണ്ണിങ്ങിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. താഴെ ഹോൺ. പിന്നെ എങ്ങാനും കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് സൈഡുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലിവേഴ്സും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത തരത്തിൽ ഇതിങ്ങനെയാണ് ശരിക്കും വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ കൗൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബെല്ലി പാൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബറാണ്. പക്ഷേ ഈ ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിന്റെ ഭാഗം കവർ ചെയ്യുന്നത് ഒരു മെറ്റൽ പാർട്ടായിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ തന്നെ വിസിബിലിറ്റി തരുന്ന ഒരു മീറ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ മേളിൽ കാണിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ശരിക്കും ടൈം കാണിക്കുക. പിന്നെ ഇവിടെ ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയകളിലൊക്കെ കാണിക്കും. ഈ ഒരു കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഇതിൽ വരും. അതായത് സൈഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള വാണിംഗ് വന്നിട്ടുണ്ട്. അവിടെ ഒരു സെൻസറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് സ്പീഡ് കാണിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. സ്പീഡും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഏകദേശം ഒരേ സൈസിലാണ് ഫീൽ ചെയ്യുന്നത്. ഓഡോമീറ്റർ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. ട്രിപ്പ് 1 അതേപോലെ ട്രിപ്പ് 2 ഓഫ് റോഡ്. അതായത് നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ABS ഓൺ ആക്കിയിട്ട് ഡ്യുവൽ ചാനൽ ABS ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ആവറേജ് ടാങ്ക് റേഞ്ച് അത്തരത്തിലുള്ള ആവശ്യമുള്ള എല്ലാ ഓപ്ഷൻസും തന്നെ ഈ ഒരു മീറ്ററിൽ വന്നിട്ടുണ്ട്. അഡ്വഞ്ചർ 390 കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു വിൻഷീൽഡ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് കയറ്റി വെക്കണമെങ്കിൽ ഇറക്കി വെക്കണമെങ്കിൽ ഇറക്കി വെക്കാം. ഏകദേശം 200 mm ആയിട്ടുള്ള നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോകാൻ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും ധാരാളമാണ്. പിന്നെ 177 കിലോഗ്രാം മാത്രമാണ് വണ്ടിയുടെ ഒരു ഭാരം എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിൽ 230-40 mm ആണ്. ഫ്രണ്ടിൽ അതേപോലെ തന്നെ 320 mm കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ ഡിസ്ക് ബ്രേക്സോൾ ഇതിൽ വന്നിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു ABS കൂടിയാണ്. സ്വിച്ചബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബാക്ക് വീൽ ഇടാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പിന്നൊക്കെ ചെയ്തിട്ട് നല്ല ഫണ്ണായിട്ട് വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റും. 5.5 ആ ഒരു ഹൈറ്റ് വെച്ചിട്ടാണ്. എനിക്ക് 2 കാലം കുത്തി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ മുഴുവനായിട്ട് കാലും കുത്തി നിൽക്കാനല്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ 5.5 താഴെ ഹൈറ്റ് ഉള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചെറിയ തരത്തിൽ ഈ ഒരു സീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പണിയൊന്നും വരാം. ഇനി റൈഡിംഗ് പൊസിഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ എൻ്റെ ഈ ഒരു ശരീര പ്രകൃതി വെച്ചിട്ട് എനിക്ക് പക്ക നിവർന്നിട്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല
നല്ല നീളം തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് നല്ലൊരു കംഫർട്ടിൽ 6 ആഗ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കാം. ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അതിലൊരു വ്യത്യാസം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് ബാക്കോട്ടോ ഫ്രണ്ടിലേക്ക് ആയിട്ടല്ല അതിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ പൊസിഷൻ കറക്റ്റിംഗ് ആയിരിക്കണതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫുഡ് റെസ്റ്റ് വന്നിട്ടുള്ളത്. ഒരുപാട് എനിക്ക് കാല് മടക്കി വെക്കേണ്ട ഒരു അവസ്ഥയില്ല. ഇനി ഒരുപാട് കാലിന് നീളമുള്ളവർക്ക് വെച്ചാൽ ഇഷ്ടം പോലെ സ്പേസ് ഈ ഒരു ടാങ്കിന്റെ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു ടാങ്കിനെ ഹഗ് ചെയ്തിരിക്കാനായിട്ട് പറ്റും. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു തരത്തിലായിരിക്കും എൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. പക്ക കംഫർട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാം. വീതി കുറഞ്ഞിട്ടുള്ള നീളം കൂടിയിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്നതിനനുസരിച്ച് നമുക്ക് കയറിയിരിക്കാനും ഇറങ്ങിയിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ ആ ഒരു റൈഡറിന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയന്റെ ആ ഒരു സീറ്റിനോട് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അത്രയും നല്ലൊരു കംഫർട്ട് ഹിമാലയന്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ബോഡി പാനലിന്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയ പോലെയാണ് ഈ ഒരു സീറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീറ്റിന് ഭയങ്കരമായിട്ട് വീതി ഇല്ലാത്ത കാരണമായിരിക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കാലും കാര്യങ്ങളൊക്കെ എത്തണത്. നിങ്ങളുണ്ട് വീതിയുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റും കൂടിയാണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല കംഫർട്ട് ആയിട്ട് നല്ല സേഫ് ആയിട്ട് ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ലാബ്രയിലിനൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് ഏകദേശം ഇത്ര ഒരു സ്പേസ് തന്നെ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റിന്റെ ഭാഗത്തും സീറ്റ് ഹൈറ്റിന്റെ ഭാഗത്തും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്കിവിടെ 12 വോൾട്ടിന്റെ ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി വണ്ടിയുടെ സൗണ്ടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ എനിക്ക് ഇഷ്ടമായി. എനിക്കിപ്പോൾ വേറൊരു വണ്ടിയുടെ സൗണ്ടായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. ഈ ഒരു സെഗ്മെന്റിലെ പുതിയൊരു സൗണ്ടോട് കൂടിയുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് പറയാം. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു തറമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആ ഒരു ഹാൻഡിൻ്റെ ഭാഗത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് ഇപ്പോൾ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ KTMൻ്റെ വണ്ടികളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഞാൻ RC 200ൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ 125 അത്തരത്തിലുള്ള വണ്ടികളുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ പ്രൈസ് ആണെങ്കിൽ പോലും നമുക്ക് ഓടിക്കുമ്പോൾ വേറെ തരത്തിലുള്ള ഒരു ഫീലാണ് തരുന്നത്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ക റിഫൈൻമെൻ്റ് ആണ് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് തന്നെ ഈ ഒരു വണ്ടി സിമ്പിളായിട്ട് നമുക്കൊരു ടോയ് പോലെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഈ വേറെ 125cc വണ്ടികൾ വരുമില്ല എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു BMW 310 ആണ് ഈ ഒരു വണ്ടിയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ KTMൽ തന്നെ അഡ്വഞ്ചർ 390 ഏകദേശം ഒരു 80,000 390 ഇതിന് 310 ആ ഒരു പ്രൈസിലുള്ള ഒരു ഡിഫറൻസ് ആണ് രണ്ട് വണ്ടികൾക്ക് വന്നിട്ടുള്ളൂ. ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ ഇതിനും കൂടെ ഇത്തിരി കംഫർട്ടായിട്ട് ശരിക്കും ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതൊരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. പക്ഷെ കുറച്ച് ഓഫ് റോഡും കൂടുതൽ ടൂറിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറാം. ഫീച്ചേഴ്സ് കുറഞ്ഞു പോയത് ചെറുതായിട്ടൊരു പോരായ്മ പോലെ തോന്നിയിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40,000 ഒരു ടാങ്ക് ഉള്ള ഒരു വണ്ടിക്ക് പ്രൈസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ട്രാക്ഷൻ കൺട്രോൾ ക്വിക്ക് ഷിഫ്റ്റ് പോലത്തെ സംഭവങ്ങൾ ഒഴിവാക്കാന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നെഗറ്റീവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫ് റോഡ് മോഡിലാണ് കേട്ടോ. ചെറിയ തരത്തിൽ ബാക്ക് വീല് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ സ്കിഡായി. പക്ഷെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിഡ് ആവലല്ല. വണ്ടി വളരെ സ്മൂത്ത് ആയിട്ടാണ് ശരിക്കും കയറി പോകുന്നത്. പക്കാ റിഫൈൻമെന്റ് ശരിക്കും ആ ഒരു എഞ്ചിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. സേഫ്റ്റി പരമായിട്ട് വേറെ ഒരു പേടിപ്പിക്കുന്ന പവറോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഡ്യൂക്ക് 250 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ആ ഒരു പവറിന്റെ ഭാഗത്ത് ഓർമ്മ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ആളെ ശരിക്കും ബാക്കിക്ക് തലടിച്ച് വീഴാൻ പോകും. അമ്മാതിരി ഒരു ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ടാണ് കയറി പോകുന്നത്. പിന്നെ ബാക്ക് വീല് സ്പിൻ ആവണ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പിംഗ് ഉള്ള MRFന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള ഡബിൾ പർപ്പസ് ടയേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ എക്സ്പൾസ് ഒക്കെ ഓടിക്കുന്ന പോലത്തെ സെയിം ഫീലിംഗിലാണ് ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കുന്നത്. ഇത്രയും ഒരു സീറ്റ് ഹൈറ്റിലാണ് ഞാൻ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ 177 കിലോഗ്രാം ഭാരമുള്ള വണ്ടിയാണ് ഇത് എന്നുള്ള ആ ഒരു ചിന്തയൊന്നും വരണം. പിന്നെ അതിന്റെ പവറും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണമെന്നില്ല. ഏകദേശം ഡ്യൂക്ക് 250യുടെ പവറും കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡ്യൂക്ക് 250 സെഗ്മെന്റിൽ. അതേ സെയിം എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ആ ഒരു ചൈനീസ് പോക്കറ്റിന്റെ വ്യത്യാസം കൊണ്ട് ആ ഒരു ഇനീഷ്യൽ പവറിലും അതേപോലെ തന്നെ പവറിന്റെ ഭാഗത്ത് ചെറുതായിട്ട് അതൊരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എണീറ്റ് നിന്ന് ഓടിക്കുന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഞാൻ എണീറ്റ് നിൽക്കുമ്പോഴും എനിക്ക് നിവർന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ കൈയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഹാൻഡിലുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ചോദിക്കാൻ വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് അലോയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോരായ്മ തന്നെയാണ്. ഏതെങ്കിലും ഒരു കല്ലൊക്കെ തട്ടിയിട്ട് ബെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറണം. അപ്പൊ അതിന് ചെലവ് കൂടുതലുണ്ട്. പിന്നെ സ്പോക്ക് വീലിന്റെ അത്രയും ഒരു ഫ്ലെക്സിബിൾ അല്ല അലോയ് എന്ന് പറയുന്നത്. സ്ലിപ്പർ ക്ലച്ചോട് കൂടിയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പർ ക്ലച്ചിന്റെ ഒരു പ്രശ്നം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് സാധ്യമാവില്ല. നോർമൽ ആയിട്ടുള്ള ഒരു ക്ലച്ച് വിട്ട് എഞ്ചിൻ സ്ലോ ആക്കണ പോലെ സ്ലിപ്പർ ക്ലച്ച് ഉള്ള വണ്ടികളിൽ പറ്റില്ല. അപ്പൊ അതെന്ന് പറയുന്നതും ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.
സെക്കൻഡ് ഗിയറിലൊക്കെ സിമ്പിളായിട്ട് വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹയർ RPM മാത്രമാണ് ഫുഡ് പാക്കിൻ്റെ അവിടെ നിന്ന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യണത്. ഈ ഒരു ഭാഗത്തുനിന്ന് ചെറിയ തരത്തില് മീറ്ററിൽ അവിടെ നിന്ന് വൈബ്രേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ വിൻഷീൽഡിന്റെ ഭാഗത്തുനിന്ന് ചെറിയ തരത്തിലുള്ള വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വണ്ടി ഹിമാലയനൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചത് വൈബ്രേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നല്ലൊരു മാറ്റം വരുത്താൻ ശരിക്കും KTM കഴിഞ്ഞിട്ടുണ്ട്. 150cc ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറാം. വേറെ യാതൊരു തരത്തിലുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വണ്ടി കോർണറൊക്കെ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ KTM മണ്ണുത്തി ഷോറൂമിലത്തെ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരനെ വിളിക്കാൻ. പുള്ളി നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ നവംബർ 31 മുമ്പ് 31 ഉണ്ടോന്ന് എനിക്കറിയില്ല, അതിന് മുമ്പ് വണ്ടി എടുക്കണവർക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പേരും പറഞ്ഞ് കയറി വണ്ടി വാങ്ങണവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് വീല് വേറെ സ്പിന്നിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി കയറി പോണത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു റോഡും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിന്റെ ടയറിന്റെ ആ ഒരു ഗ്രിപ്പിംഗ് അതേപോലെ തന്നെ സസ്പെൻഷന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നത്. ഇപ്പം അങ്ങോട്ട് ഇറക്കിയാലോ എന്ന് എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടാങ്കിന്റെ വില പറഞ്ഞല്ലോ 40,000 രൂപ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് റോഡിങ് കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ഭയങ്കര ഫണ്ണായിട്ട് തന്നെ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഇനി അത്യാവശ്യം നല്ല കടുക്കൻ ഓഫ് റോഡ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അടിഭാഗം അറിയാത്ത രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അധികം ഇതും ഓഫ് റോഡ് കളിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ തീരും. പിന്നെ ഏകദേശം ഒരു 21 കിലോമീറ്ററോളം ഓടിച്ചിട്ട് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു റേഡിയേറ്റർ ഫാൻ കറങ്ങണത്. എന്താ വെച്ചാൽ എനിക്ക് കാലിൻ്റെ ആ ഒരു ഭാഗങ്ങളിലേക്കൊന്നും വേറെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ നോർമലായിട്ടുള്ള ജീൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഹീറ്റിംഗും വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. പിന്നെ ചില വണ്ടികൾ പോലെ പഞ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ പേടിക്കേണ്ട. ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഏകദേശം ഒരു 140 ടോപ്പ് എൻഡ് ഉണ്ടെന്നാണ് കണ്ടത്. പക്ഷെ നമ്മൾ ടോപ്പ് എൻഡിനെ കുറിച്ച് പറയാറില്ല, ചിന്തിക്കാറില്ല. നല്ല ടോപ്പ് എൻഡുള്ള നല്ല ഹൈവേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് ഓഫ് റോഡും വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഫണ്ണായിട്ട് തന്നെ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഡ്യൂക്ക് 250യുടെ സെയിം മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2500 ആ ഒരു റേഞ്ചിലാണ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ സർവീസ് സെൻറ്ററുകളുടെ എണ്ണത്തിലും കുറവില്ല. അതേപോലെ തന്നെ 5 വർഷമാണ് ഈ ഒരു വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. 5 വർഷം മാത്രമല്ല 75,000 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് എഞ്ചിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടും ബാക്കിയുള്ള ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് ലഡാക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ കണ്ണടച്ചെടുത്ത് പൊക്കോ, ഒന്നും നോക്കാനില്ല. പക്ക എന്താ പറയുക, നമുക്ക് ആ ഒരു മണാലി റോഡിന്റെ മേളിലേക്ക് നമുക്കൊരു കിലോങ്ങിന്റെ അപ്പുറത്തേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങനത്തെ റോഡൊക്കെ ശരിക്കും കിട്ടണം. ഇതൊന്നും ഓടിച്ച് ശരിക്കും ആ ഒരു ഫീല് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു വണ്ടി വരണവരെ എന്തായാലും ഈ ഒരു വണ്ടിനെ പ്രൈസ് ടാഗ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ അഡ്വഞ്ചർ 390 അതേപോലെ തന്നെ ഡ്യൂക്ക് 250 ഡ്യൂക്ക് 390 അത്തരത്തിലുള്ള വണ്ടിയുള്ള സെയിലിനെ ബാധിക്കാത്ത തരത്തിൽ വളരെ സേഫ് ആയിട്ടാണ് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ടാഗ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഹിമാലയൻ അതേപോലെ തന്നെ നമ്മുടെ GS ഒക്കെ എടുക്കാൻ പ്ലാനുള്ള ഒരു ജസ്റ്റ് ഈ ഒരു വണ്ടി കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. എനിക്ക് ഓടിക്കുന്ന സമയത്ത് വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ക്വിക്ക് ഷിഫ്റ്ററിന്റെയോ ഒരു ട്രാക്ഷൻ കൺട്രോളിന്റെയോ ആവശ്യമുള്ള ഒരു വണ്ടിയായിട്ട് ഇത് എനിക്ക് അത്തരത്തിൽ ഫീൽ ചെയ്യണേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു 150cc വണ്ടിയാണ്, 177 കിലോഗ്രാമാണ് ഭാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇനീഷ്യൽ ആ ഒരു പവറും കാര്യങ്ങളൊന്നും അത്ര ഭീകരമല്ലെന്ന് ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളിൽ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലാണ്. ഇപ്പോൾ ഇരുട്ടത്ത് കത്തും വെളിച്ചത്ത് കത്തില്ല ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മീറ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ചെറിയൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ നല്ല വലിപ്പമുള്ള മീറ്റർ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വായിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കൺട്രോൾസ് ഇല്ല എന്ന് പറയുന്നത് മീറ്ററിന്റെ പോരായ്മകളിൽ ഒന്നാണ്. പിന്നെ വിൻഷീൽഡ് ഇത്തിരി കൂടെ കസ്റ്റമായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേയിൽ നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടിയിൽ ആ ഒരു വിൻ ബ്ലാസ്റ്റ് ഉണ്ടാവാൻ പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് കയ്യിൽ നിന്ന് പാളി പോണ ഒരു അവസ്ഥ വന്നു വരാം. അപ്പോൾ വിൻ ബ്ലാസ്റ്റിൽ നിന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് ഇത്തിരി കൂടെ ഒരു കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമായിരിക്കും നല്ലത്. ടോപ്പ് ഗിയറിൽ നമ്മുടെ ഹിമാലയം പോണ പോലെ തന്നെ ഒരു 25 സ്പീഡിലൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടുണ്ടോ ഒരു ചെറിയ സ്പീഡിൽ പോകുമ്പോൾ തന്നെ ആ ഒരു ചെയിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജർക്കിംഗ് ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഓഫായി പോകും. അപ്പോൾ ലോങ് സ്ട്രോക്ക് എഞ്ചിനായിട്ട് ഹിമാലയനായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് വണ്ടിക്ക് ഡയറക്റ്റ് വരില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത്. പക്ഷേ GS ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. GS ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടുതലായിട്ട് എന്തുണ്ടെന്ന് ചോദിക്കാൻ മെയിനായിട്ട് സർവീസിന്റെ കാര്യങ്ങൾ നോക്കാം. വൈബ്രേഷൻസ് BS6 എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ BS4 നല്ല പോലെ തന്നെ വൈബ്രേറ്റ് ചെയ്ത് തോന്നുന്നു. ബാക്കി സീറ്റിന്റെ ആ ഒരു കംഫർട്ടിലും ഹാൻഡിലിങ്ങിന്റെ ആ ഒരു ഇതിലും എല്ലാം കൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടി തന്നെയാണ് ആ ഒരു വണ്ടിനേക്കാളും മികച്ചതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ BS6 ഓടിക്കുന്ന സമയത്ത് എന്തായാലും പറയാം. ഒരു 6000 RPM മേലെയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വണ്ടിയിൽ ഓടിക്കാനായിട്ട് പറ്റുക. ചർക്കിംഗ്
സ്പ്രിങ് കാര്യങ്ങളൊന്നും സീറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കും ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് 100-120 വരെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഹൈവേയിൽ ക്രൂസ് ചെയ്യാം. പക്ഷേ അതിന് മേലേക്ക് പോയി കഴിയുമ്പോൾ വിൻ ബ്ലാസ്റ്റിനുള്ള സാധ്യതയുണ്ട്. 177 കിലോഗ്രാം എന്ന് പറയുമ്പോൾ വണ്ടി നല്ലപോലെ തന്നെ പാളി പോണ ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് വേറൊരു രീതിയിലുള്ള ഫീലാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വണ്ടി എടുക്കാൻ പ്ലാനുള്ളവർ, ഓവർ പ്രൈസ് ആണ്, വണ്ടി കാര്യമില്ല എന്ന് പറയണവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചും കൂടെ നോക്കാം. അന്നേരം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 800K സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ വീഡിയോ കാണാം.